മോളെ റസ്യേ. എന്തുമ്മ? ഞാനേ ആ റുബീനാന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാട്ടോ. അവിടെ അവളുടെ മകള് പ്രസവത്തിന് വന്നിട്ടത്ര. ഒന്ന് പോയിട്ടേ അവളൊന്ന് കണ്ടിട്ട് വരട്ടെ കേട്ടോ. ഓ ശരി. ഞാനേ അവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നീ വെക്കില്ലേ? ആ ആ എന്തിനാ ഇങ്ങനെ രണ്ടു നേരം മുറ്റടിക്കണത്? നീ രാവിലെ അടിച്ചില്ലേ? ഒരു നേരം അടിച്ചാ പോരെ. അതിന് മാത്രമുള്ള കുപ്പിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അത് കുഴപ്പമില്ലമ്മ. നീ വരണ്ട ഉമ്മമാന്റെ കൂടെ. അല്ലമ്മ ഞാൻ പൊക്കടാ നീ ഉമ്മമാന്റെ കൂടെ. ഇല്ല പോയില്ല. എന്നാ വേണ്ട, നീ ഇവിടെ കളിച്ചോ ട്ടാ. പോയി തള്ള. ശരി എന്റെ പൊന്നെ. ഞാൻ നാളെ 11 മണിയാകുമ്പോ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പറ്റിക്കോ? നീയേ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി മുത്തേ. നീ വരുമ്പോഴേ നിന്റെ സ്വർണം മൊത്തം എടുത്തോട്ടോ. സ്വർണ്ണോ? അതെടുക്കാണ്ട് ഞാൻ വരുമോ? അതെ, എനിക്കെന്റെ വീട്ടുകാർ വന്ന സ്വർണ്ണ. അതിപ്പോ അവിടെ വെച്ചിട്ട് എന്റെ ആവശ്യം എനിക്കില്ലല്ലോ. അതെ, എനിക്കുള്ളതാ. അയാള് കിട്ടിയ താലി അടക്കം എടുത്തിട്ടേ ഞാൻ വരുള്ളൂ. ഒന്നും ഞാൻ ഇവിടെ വെക്കില്ല. അതാ നല്ലത്, അവിടെ വെക്കണ്ട. നമ്മക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേ, അല്ലടാ? പിന്നല്ല, നമുക്ക് അടിച്ച് പൊളിക്കണം. അതല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ എവിടേക്കാ പോകുന്നത്? നീ വല്ല വീടും കണ്ടു വെച്ചിട്ടുണ്ടോ? നമ്മള് രണ്ടാളും പോണതേ ഊട്ടിക്കാ. ഊട്ടിക്കോ? ഹായ്. അവിടെ നല്ല തണുപ്പായിരിക്കില്ലേ? എന്റെ കെട്ടിയോനുണ്ട് ഒരു സാധനം. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും എന്നെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായിട്ട് പോയതാ ഗൾഫിക്ക്. ശരിക്കും പറഞ്ഞാൽ ജീവിതം ആസ്വദിച്ചിട്ട് കൂടിയില്ല ഞാൻ. അയാൾ എനിക്ക് ആകെ തന്നത് അയാളുടെ ഒരു കുട്ടീനെയാണ്. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ ഞാനില്ലേ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. അതന്നെ, ഇനി നിന്റെ കൂടെ വന്നിട്ട് വേണം ശരിക്കും ജീവിതം ആസ്വദിക്കാന്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ നടത്തി തരാം. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കണം. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോയില്ല, നീയാണ് എന്റെ ഭാഗ്യം. ആ വിശ്വാസം എനിക്കുണ്ടല്ലോ. നീ പിന്നെ ജീവൻ നിന്നെ സ്നേഹിക്കണ്ടല്ലോ. ആ ഒരു സ്നേഹം കെയറൊക്കെ കണ്ടിട്ടാണല്ലോ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുന്നത് തന്നെ. കുറച്ച് പണം സെറ്റ് ആയിട്ടില്ല, അതാ ഒരു പ്രശ്നം. പണം സെറ്റ് ആയിട്ടില്ലാന്നോ? അതൊന്നും കുഴപ്പമില്ല. പണത്തിന്റെ കാര്യല്ലേ, അതൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. പണമൊക്കെ എന്റെ കയ്യിലുണ്ട്. നമുക്ക് ഒരു വാടക വീട് എടുക്കാം. എന്റെ കെട്ടിയോനെ മാസം മാസം അയക്കണ പണൊക്കെ എന്റെ അക്കൗണ്ടിലേക്കാ വരുന്നത്. അതൊക്കെ എന്റെ കയ്യിൽ ഭദ്രായിട്ടുണ്ട്. നമ്മക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ എന്റെ കയ്യിലുണ്ട്. നീ പേടിക്കണ്ട. ശരി എന്നാ. എന്റെ അമ്മായിമ്മ പുറത്തെ സമയം നോക്കിട്ട് ഞാൻ വിളിച്ചതാ. അവരിപ്പോ വരും. ശരി, ഞാനേ രാത്രി വിളിക്കാം. എല്ലാരും ഉറങ്ങിയ ശേഷം വിളിക്കാട്ടോ. ശരി. മോളെ റസിയേ. എന്തുമ്മ? ഉമ്മ എവിടേക്കാ പോണ്? ഞാനേ പാടത്തേക്ക് പോവുക കേട്ടോ. വാപ്പാക്ക് ചായ കൊണ്ട് കൊടുക്കാനേ. വാപ്പ അവിടെ കിളക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി. ഈ തള്ള പോണ സമയത്ത് ഇവിടുന്ന് പോവാം. ശരി. അല്ല, നീ എന്തിനാണ് ഈ തുണികളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടാക്കണ്? അതെ, തുണികളൊക്കെ അലമാരയിൽ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കല്ലേ, അപ്പൊ ഒന്ന് മടക്കി നേരെ വെക്കാ പറഞ്ഞിട്ടേ.
ശരി എന്നാ ഞാനേ തീ കത്തിച്ചിട്ട് ചോറിന് അരി ഇട്ടിട്ടുണ്ട് നോക്ക് കേട്ടോ, അല്ലെങ്കിൽ തീ അങ്ങനെ കെട്ടുപോകും. വറകൊക്കെ ഈ ഓതം കാരനേ നേരം നമ്മള് കത്തണമില്ല, നോക്ക് കേട്ടോ. ആ ശരി ഉമ്മ, ഞാൻ നോക്കാം. ശരി. ഉമ്മമാന്റെ കുട്ടി ഇവിടെ കളിക്കണ്ടോ? റസ്യേ അതെ ചെക്കനെ വിളിക്ക് വിളിക്ക്, ചക്കതാ മുറ്റത്തിരുന്ന് കളിക്കണു. അല്ല നായ്ക്കളും വരും, അവിടെ വിളിക്ക് വിളിക്ക്. ഞാനുണ്ട് ഉമ്മമ്മ. ഉമ്മമ്മ പാടത്തേക്ക് പോവേടി ഉമ്മേ, അവിടേക്ക് ചേറും ചളിയൊക്കെയാണ്. എന്റെ കുട്ടി വന്നാലേ വീഴും. എന്റെ കുട്ടി വരണ്ടാട്ടാ, ഇവിടെ ഇരുന്ന് കളിച്ചോ. ഉമ്മമ്മേ വാപ്പപ്പാക്ക് ചായ കൊടുത്തിട്ട് വേഗം വരാട്ടോ. എന്നിട്ട് നമുക്ക് കടയ്ക്ക് പോണം. എന്നിട്ട് ഉമ്മമ്മ മിഠായി മേടിച്ചു തരാം എന്റെ കുട്ടിക്ക്. ഓ ശരി, ഞാൻ വേഗം വരാട്ടാ. ഇവിടെ കളിക്കിട്ടാ. അല്ല ഉള്ളിക്ക് പോ. പൊന്നാ ഇവിടെ ഉള്ളിക്ക് പോട്ടാ. ആ ശരി. ATM കാർഡ് എടുത്തിട്ടില്ലേ? ഉണ്ട്. സ്വർണങ്ങളൊക്കെ എല്ലാം ഇല്ലേ നോക്കട്ടെ. എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യത്തിനുള്ള 2-3 ഡ്രസ്സ് കൂടി എടുക്കാം. ബാക്കിയൊക്കെ പിന്നെ അവൻ വാങ്ങി തരുമല്ലോ. ഇതൊക്കെ എടുക്കാം. അവര് വരുമ്പത്തിനും വേഗം ഇറങ്ങാം. ഹലോ. ഞാനിവിടുന്ന് ഇറങ്ങാട്ടോ. നീ അവിടെ വന്ന് നിക്ക്. ശരി. ഉമ്മ. എന്തടാ? ഉമ്മച്ചി ഇപ്പ വരാട്ടോ. ഉമ്മച്ചി ആശുപത്രി പോവാട്ടാ. നീ ഇവിടെ ഇരുന്ന് കളിക്ക്. ഉമ്മമ്മ ഇപ്പ വരൂട്ടോ. ഉമ്മ വേഗം വരാ. വേണ്ട വേണ്ട, നീ വരണ്ട. ഉമ്മച്ചി സൂചി കുത്താന് പോണത്. നീ വന്നാലേ ഡോക്ടറിന് ഉമ്മി സൂചി കുത്തും. നീ ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. ശരിട്ടോ, ഉമ്മ മിഠായി വാങ്ങിട്ട് വരാ. ഉമ്മ പോണു. ശരി. ടാറ്റ. എന്താ ഉമ്മമാന്റെ കുട്ടി ഇങ്ങനെ ഇരിക്കണ്? ചോറുണ്ടില്ലേ? ഇല്ല. അതെന്താ അത് ചോറിഞ്ഞത്ത്? സമയം ഉച്ചയല്ലോ. ഉമ്മത് ചോറ് തന്നില്ലേ? ബാ ഉമ്മ ചോറ് തരാം. ബാ. ഇവിടെ ഉള്ളിക്ക് വാ ഉണ്ണി.